ഈ കാലൊന്ന് നേരത്തേക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. വേദന ഉണ്ട് അല്ലേ? എവിടുന്നാ തുടങ്ങുന്ന വേദന? താഴേക്കുണ്ട്. ഓക്കെ. വേദന കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരി. സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ പേഷ്യൻസ് സാധാരണ ഒ പിയിൽ വന്നിട്ട് ഇത് സയാറ്റിക്ക ആണോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ നട്ടലിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ കാലിലേക്ക് വരെ പോകുന്ന ഒരു ഞരമ്പാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ നെർവിന് വരുന്ന കംപ്രഷനെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് സയാറ്റിക്ക ഉണ്ടാവാം. അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് ഡിസ്കിന് വരുന്ന ബൾജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തേയ്മാനം കൊണ്ട് വരുന്ന ഓസ്റ്റിയോഫൈറ്റുകൾ കാരണവും സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടാവാം. പിന്നെ റെയർ കേസസിൽ ചില ട്യൂമേഴ്സോ ഒക്കെ നെർവ് കംപ്രഷൻ ഉണ്ടാക്കാറുണ്ട്. പല കേസുകളിലും നമുക്കത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ ചെയ്യുന്ന ചികിത്സ. വളരെ കുറഞ്ഞ ശതമാനം കേസുകളിൽ മാത്രമാണ് സർജറി ആവശ്യമായിട്ട് വരുന്നത്. സ്പൈനൽ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള നൂതന ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേൺ ഫോളോ ചെയ്യുക, വെയിറ്റ്, നമ്മുടെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക. അങ്ങനെ നമ്മുടെ ആ ഒരു രീതികളും കൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്.